നമസ്കാരം. ഇവർക്ക് ഡെയിലി ന്യൂസ് അനുസരിച്ച് സ്വാഗതം. നമ്മൾ നോക്കാൻ നമുക്ക് ഹിന്ദു ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് 4 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണുള്ളത്. ഫസ്റ്റ് ആർട്ടിക്കിൾ പ്രധാനമന്ത്രി മുദ്ര യോജന എന്നുള്ള ആർട്ടിക്കിളെ കുറിച്ചിട്ടാണ്. സോ ഒരു സ്കീമാണ് ബേസിക്കലി ഇത്. ഇതിപ്പോൾ റീസെന്റ് ലോഞ്ച് ചെയ്തതല്ല. ബേസിക്കലി 2015 കാലഘട്ടത്തിൽ ഗവൺമെന്റ് ലോഞ്ച് ആണ്. പക്ഷേ ഇപ്പോഴും വളരെ സക്സസ്ഫുൾ ആയിട്ട് റണ്ണിങ് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് സ്കീം കൂടിയാണ്. ഫോർ ദ ബെനിഫിഷ്യറി ഓഫ് MSME സെക്ടേഴ്സ്, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സ്കീമാണ്. അപ്പോൾ ഈ ഒരു സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിൾ ആയതുകൊണ്ട് തന്നെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 എക്കണോമിക്സിന്റെയും അതേപോലെ തന്നെ ഗവർണൻസിന്റെ പെർസ്പെക്ടീവിലായിരിക്കും നമ്മൾ ഈ ഒരു ടോപ്പിക്കിനെ ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ചുകൂടെ പറയുവാണെങ്കിൽ ഫിലിംസിന്റെ കുറേ കൂടെ ഓവർവ്യൂ ഉള്ള ഒരു ടോപ്പിക് കൂടിയാണ്. എസ്പെഷ്യലി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി അങ്ങോട്ടേക്ക് വാർത്തകളിൽ പ്രധാനമായിട്ട് വരുന്ന സ്കീമുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ബിക്കോസ് അത് പരീക്ഷകളിൽ ചോദിക്കാനുള്ള ചാൻസുകൾ കൂടുതലാണ്. ഇപ്പോൾ ഈ ഒരു സ്കീം തന്നെ, മുദ്ര യോജന സ്കീം തന്നെ, നിങ്ങൾ PYQs പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുവാണെങ്കിൽ മൾട്ടിപ്പിൾ ടൈംസ് UPSC ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ്. ഓക്കെ, ശരി. രണ്ടാമത്തെ ടോപ്പിക്കും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എസ്പെഷ്യലി ഇപ്പൊ അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ ബഡ്ജറ്റ്, കേന്ദ്ര ബഡ്ജറ്റ് പബ്ലിഷ് ചെയ്യും. അപ്പൊ അതിലേക്ക് മുന്നോടിയായിട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിൾ കൂടിയാണിത്. ഗവൺമെന്റ് ക്യാപെക്സ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. പ്രധാനപ്പെട്ട ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ആണ്. നമ്മൾ ബഡ്ജറ്റിന്റെ ക്ലാസ് ഒക്കെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുള്ളതാണ്. സോ ദ ഹെഡിങ് ഇസ് ഗവൺമെന്റ് ക്യാപെക്സ് മിസ് ദ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്സ്. ബി എന്നുള്ള ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ആണ്. അതായത് കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ ഗവൺമെന്റ് ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ സ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനോട് അടുത്ത് നമുക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല. അതിനെ മിസ് ചെയ്തേക്കാം എന്നുള്ളതാണ് ഇപ്പോൾ രണ്ടാമത്തെ ആർട്ടിക്കിൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് എക്കണോമിക്സ് റിലേറ്റഡ് ആർട്ടിക്കിൾ തന്നെയാണ്. അടുത്ത് മൂന്നാമത്തെ ആർട്ടിക്കിളിലേക്ക് നോക്കുവാണെങ്കിൽ സോഷ്യൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഒരു ന്യൂ ഇനീഷ്യേറ്റീവ് ആണ് നമുക്ക് വേണമെങ്കിൽ പറയാം. നമുക്ക് നോർമലി നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പറഞ്ഞ ട്രേഡ് ചെയ്യുന്ന നോർമൽ കമ്പനികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട സ്റ്റോക്കുകളും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ മെയിൻലി സോഷ്യൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ആ വാക്ക് സോഷ്യൽ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ NGOs ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്, ഇവർക്കൊക്കെ കുറച്ചുകൂടി ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള രീതിയിൽ പൊതുജനങ്ങളുടെ കയ്യിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് ഈ സോഷ്യൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് സെബിയുടെ നോംസ്, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ നോംസ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്, ഓൾറെഡി ഉണ്ട്. എന്നാൽ അവരുടെ കുറച്ച് നോംസ് കുറച്ചുകൂടി റിലാക്സ് ചെയ്യുന്ന രീതിയിലാണ് വാർത്തകൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിട്ട് ബന്ധപ്പെട്ട് ഡീൽ ചെയ്യുന്നതാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 എക്കണോമിക്സിന്റെ പെർസ്പെക്ടീവിലായിരിക്കും ആ ഒരു ടോപ്പിക്കിനെ നമ്മൾ ഡീൽ ചെയ്യുന്നത്. ദെൻ ഫോർത്ത് ടോപ്പിക്ക് നമുക്ക് പൊളിറ്റിയിൽ നിന്ന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു ടോപ്പിക്കാണ്. എസ്പെഷ്യലി പ്രിലിംസിനും അതേപോലെ മെയിൻസിനും പ്രാധാന്യമുള്ളതാണ്. ബിക്കോസ് നമ്മുടെ സിലബസിൽ കൃത്യമായിട്ടും പറയുന്നുണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്പയർഡ് വിത്ത് അതർ കൺട്രീസ്, മറ്റു രാജ്യങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷനെയും ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തമ്മിൽ കമ്പാരിസൺ നമുക്ക് കൃത്യമായിട്ട് പഠിക്കാനായിട്ടുള്ളതാണ്. അവിടെ മെയിൻസിനകത്തൊക്കെ തന്നെ ഇന്ത്യയുടെയും അതേപോലെ US-നെയും കോൺസ്റ്റിറ്റ്യൂഷനെ കമ്പയർ ചെയ്തിട്ടൊക്കെ ചോദ്യങ്ങൾ നമുക്ക് വന്നിട്ടുള്ളതുമാണ്. ഇതേ ആസ്പെക്ടിൽ പ്രിലിംസിനെ നമുക്ക് പ്രതീക്ഷിക്കും. ബിക്കോസ് ഇന്നലെയാണ് ഈ പറഞ്ഞ പോലെ നമ്മുടെ പുതിയ ഈ പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ്, അമേരിക്കയുടെ 47th പ്രസിഡന്റ് ആയിട്ട് ഡൊണാൾഡ് ട്രംപ് ഈ പറഞ്ഞ അധികാരം ഏറ്റിട്ടുണ്ടായിരുന്നു. അതിനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു കമ്പാരിസൺ കൃത്യമായിട്ട് നമുക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, സോ എനിവേ ഈ ഒരു 4 ടോപ്പിക്സ് നന്നായിട്ട് ക്ലിയർ ആയിട്ട് നമ്മൾ പഠിച്ചതിന് ശേഷം ഇതിൽ നിന്ന് ഒരു മോഡൽ MCQ കൂടെ സോൾവ് ചെയ്തായിരിക്കും നമ്മുടെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്ത്. ഓക്കെ, നമുക്ക് ടൈം കളയാണ്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ടോപ്പിക്, at rupees 3.39 lakh crore, Mudra loans hit all-time high in Q3 financial year 25 എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരിക്കുന്നത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പ്രധാനമന്ത്രി മുദ്ര യോജന എന്ന് പറയുന്നത് റീസെന്റ് ലോഞ്ച് ചെയ്ത ഒരു സ്കീം അല്ല. ഇത് 2015-16 കാലഘട്ടത്തിൽ, ഫിനാൻഷ്യൽ 2015-16 കാലഘട്ടത്തിൽ യൂണിയൻ ബഡ്ജറ്റിനകത്ത് അവതരിപ്പിച്ച ഒരു സ്കീമായിരുന്നു. ബട്ട് വെരി സക്സസ്ഫുൾ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. കാരണം അത്രത്തോളം ഈ ഒരു സ്കീമിൽ ഉൾപ്പെടുത്തി നമ്മുടെ രാജ്യത്ത് എംപ്ലോയ്മെന്റ് ഒക്കെ ജനറേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഞാൻ എംപ്ലോയ്മെന്റ് എന്നുള്ള ടേം സ്ട്രെസ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ കൂടുതലും സ്ട്രെസ് ചെയ്യുന്ന ഈ ഒരു സ്കീമിനകത്ത് ഒരു ഫോക്കസ് കൊടുക്കുന്ന ഏത് സെക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഫോർ MSME എന്ന് പറഞ്ഞാൽ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ വൺ ഓഫ് ദ മേജർ എന്ന് പറയാൻ പറ്റണം, എംപ്ലോയ്മെന്റ് ജനറേഷൻ ഒക്കെ തന്നെ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സെക്ടറാണ് ഈ MSME എന്ന് പറയുന്നത്. അഗ്രികൾച്ചറോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു സെക്ടറാണ് ഈ MSME എന്ന് പറയുന്നത്. ആ MSMEസിന്റെ കുറച്ചുകൂടെ ഗ്രോത്തിലേക്ക് ആസ്പെക്ട് ചെയ്യുന്ന ഒരു സ്കീമാണ് മുദ്ര യോജന എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് എക്സാം റിലേറ്റഡ് ആയിട്ട് പഠിക്കാനുള്ള കാര്യം. ഓക്കെ, സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, പ്രധാനമന്ത്രി മുദ്ര യോജന ഇസ് എ ഫ്ലാഗ്ഷിപ്പ് ഇനിഷ്യേറ്റീവ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ദാറ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ 2015. ഞാൻ ഓൾറെഡി പറഞ്ഞ 2015 ഇത് ലോഞ്ച് ചെയ്തത്. വിത്ത് ആൻ എയിം അറ്റ് പ്രൊവൈഡിംഗ് അഫോർഡബിൾ ക്രെഡിറ്റ് ടു മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. ഓക്കെ, MSME സെക്ടേഴ്സിന് അഫോർഡബിൾ ലോണുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ സ്കീമിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്തുകൊണ്ട് MSMEസിനെ ഇതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, നോർമലി ചെറുകിട കുടിൽ വ്യവസായങ്ങൾ എന്ന് പറയുന്നതാണ് മലയാളത്തിൽ ഈ MSME എന്ന് പറയുന്നതിന്റെ ടേം. അപ്പൊ ഇവിടെ MSMEകൾക്ക് പൊതുവിൽ ഈ പറഞ്ഞ ബാങ്കുകളിൽ നിന്ന് ലോണുകൾ കിട്ടാൻ സാധ്യത വളരെ കുറവായിരുന്നു. കാരണം കാലഘട്ടം 2015 കാലഘട്ടം, ബിക്കോസ് നമ്മുടെ നാട്ടിലെ ബാങ്കുകൾ കൂടുതൽ ലോണൊക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് രണ്ട് രീതിയിലുള്ള ബാങ്കുകളുണ്ടല്ലോ, പ്രൈവറ്റ് സെക്ടർ ബാങ്കും ഉണ്ട്, പബ്ലിക് സെക്ടർ ഉണ്ട്. അതിൽ പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ നിന്നൊക്കെ ലോൺ കിട്ടണമെങ്കിൽ മീൻസ് എല്ലാവർക്കും ആഗ്രഹം പബ്ലിക് സെക്ടറിൽ നിന്നൊക്കെയാണ്, ബിക്കോസ് അവിടെ പലിശ നിരക്കുകളൊക്കെ താരതമ്യേന കുറവായിരിക്കും. പക്ഷേ ഇവിടങ്ങളിൽ കൊളാറ്ററൽ കൊടുക്കാതെ നമുക്ക് ലോണുകൾ കിട്ടാൻ വളരെ വളരെ പ്രയാസമാണ്. പക്ഷേ ഇവിടെ ഈ പറഞ്ഞ പോലെ പ്രൈവറ്റ് സെക്ടർ ബാങ്കിൽ നിന്നാണ് കൂടുതൽ നമ്മൾ പറഞ്ഞ പോലെ പ്രൈവറ്റ് ആളുകൾക്ക് കൂടുതൽ ലോൺ എടുക്കും. ബിക്കോസ് അവിടെ കൊളാറ്ററൽ വലിയ കൂടുതൽ വാശി പിടിക്കാറില്ല. പക്ഷേ അവിടെ ഭയങ്കര ഈ പറഞ്ഞ പോലെ പലിശ നിരക്ക് നോർമലി കൂടുതലായിരിക്കും.
അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കമ്പനികൾ പ്രൈവറ്റ് സെക്ടേഴ്സിൽ നിന്ന് ലോൺ എടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ഓപ്പറേഷണൽ പ്രോഫിറ്റ് താരതമ്യേന കുറവായിരിക്കും. ബിക്കോസ് ആ കിട്ടുന്ന ലാഭത്തിൽ നിന്ന് നല്ലൊരു എമൗണ്ട് ബാങ്കിലേക്കുള്ള പലിശയായിട്ടും ഒക്കെ തന്നെ പോയി കഴിഞ്ഞാൽ മിച്ചം കാണുന്ന വളരെ വളരെ കുറവായിരിക്കും. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഈ MSMEസിന് വളർച്ച അധികം കൈവരിക്കാൻ പറ്റത്തില്ല. ഇവർ വളരാണ്ട് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്ത് എംപ്ലോയ്മെന്റ് ആണെങ്കിലും ജനറേറ്റ് ചെയ്യുക കുറച്ച് പ്രയാസമാണ്. ഇത് തിരിച്ചറിഞ്ഞിട്ടാണ് ഗവൺമെന്റ് 2015 ഈ MSMEസിനെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവർക്കൊരു ലോൺ ഫെസിലിറ്റി എന്ന നിലയിൽ ഈ മുദ്ര സ്കീം ലോണുകൾ അവതരിപ്പിക്കുന്നത്. അപ്പൊ ഈ മുദ്ര ലോൺ സ്കീം പ്രകാരം ഇവർക്ക് എളുപ്പം ഈ പറഞ്ഞ പോലെ ലോണുകൾ കിട്ടാൻ ആക്സസ് ടു ക്രെഡിറ്റ് വേണ്ടിയിട്ടാണ് ഫോക്കസ് ഓൺ ഇന്റഗ്രേറ്റിംഗ് അണ്ടർസേർവ്ഡ് എന്റർപ്രൈസസ് ഇൻ ടു ദ ഫോർമൽ ഫിനാൻസ് സിസ്റ്റം. ഞാൻ നേരത്തെ പറഞ്ഞു ഫോർമൽ ഫിനാൻസ് സിസ്റ്റത്തിൽ നിന്ന് നോർമലി ഈ പറഞ്ഞ പോലെ പണ്ട് കാലങ്ങളിൽ ഇവർക്ക് ലോൺ കിട്ടാൻ വളരെ പ്രയാസമായിരുന്നു. അതുകൊണ്ട് ആ ഫോർമൽ സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തി ഇവർക്ക് ഈസി ആക്സസ് ടു ക്രെഡിറ്റ് നൽകുക എന്നുള്ളതായിരുന്നു ഈ പ്രധാനമന്ത്രി മുദ്ര യോജനയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. അതുകൊണ്ടാണ് ഒറ്റ വാക്കിൽ പറയുവാണെങ്കിൽ ടു ഫണ്ട് ദ അൺഫണ്ടഡ് എന്നതിന്റെ ഒബ്ജക്റ്റീവ് മാറ്റിയത്. അപ്പോൾ ഈ മുദ്ര യോജനയുടെ ഒബ്ജക്റ്റീവ് എന്താ വെച്ചാൽ ടു ഫണ്ട് ദ ഫണ്ടഡ് എന്ന് അൺഫണ്ടഡ് എന്നാണ്. അതായത് ഫണ്ട് നിലവിൽ കിട്ടാതിരുന്ന ഒരു സെക്ടേഴ്സിന് നമുക്ക് എളുപ്പത്തിൽ ഫണ്ട് കൊടുക്കുക. എന്തിനാണ് അങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ നമ്മുടെ രാജ്യത്ത് നല്ല രീതിയിൽ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യാൻ കഴിവുള്ള സെക്ടേഴ്സ് ആണ്. അതുകൊണ്ടാണ് ഗവൺമെന്റ് ഇവർക്ക് ഫോക്കസ് കൊടുക്കുന്നത്. ദെൻ ഈ ഒരു സ്കീമിൽ ഉൾപ്പെടുത്തി ഏതൊക്കെ സ്ഥാപനങ്ങളിൽ ഏതൊക്കെ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളിൽ നിന്നും MSMEസിന് ലോൺ കണ്ടെത്താൻ സാധിക്കും ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ നിന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അതുപോലെ റീജിയണൽ റൂറൽ ബാങ്കുകളിൽ നിന്ന് ലോൺ കിട്ടാൻ സാധിക്കും. കോപ്പറേറ്റീവ് ബാങ്കുകൾ, ഈ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പറഞ്ഞ ക്രെഡിറ്റ് സൊസൈറ്റീസ് അല്ല കേട്ടോ. അപ്പൊ നമ്മുടെയൊക്കെ വീടുകളുടെ അടുത്തുള്ള ഇപ്പം നമ്മൾ പലപ്പോഴും പത്രങ്ങളിലൊക്കെ വാർത്ത കാണാറുണ്ട്. അത് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണ്. ദേ ആർ നോട്ട് ആക്ച്വലി ബാങ്ക്സ്. ബാങ്കിൽ നിന്ന് നമുക്ക് പേരറ്റത്ത് വെക്കണമെങ്കിൽ ഇന്ത്യയിലെ നിയമപ്രകാരം ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് ഓഫ് 1949 രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഈ പറഞ്ഞ പോലെ നിയമപരമായിട്ട് ബാങ്ക് എന്ന് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ നമ്മൾ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുമ്പോഴേക്കും അത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകൾ, ഡിസ്ട്രിക്ട് അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ ഈ പറഞ്ഞ പോലെ ഏറ്റവും താഴെത്തട്ടിലെ വില്ലേജ് ലെവലിലുള്ള ക്രെഡിറ്റ് സൊസൈറ്റികളെ അല്ല അത് ഉദ്ദേശിക്കുന്ന കാര്യം ഓർത്തിരിക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് സൊസൈറ്റികൾക്ക് അവരുടെ മെമ്പേഴ്സിന്റെ ഇടയിൽ ലോൺ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ടൊക്കെയുള്ള അധികാരങ്ങൾ മാത്രമേ ഉള്ളൂ. പുറത്ത് പൊതുജനങ്ങൾക്ക് ലോൺ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തരത്തിലുള്ള ക്രെഡിറ്റ് സൊസൈറ്റികൾക്ക് നിയമപരമായിട്ട് അനുവാദം കൊടുക്കുന്നില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. സോ കോപ്പറേറ്റീവ് ബാങ്കുകൾ, പിന്നെ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ, ഫോറിൻ ബാങ്കുകൾ, മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്, ഇവയിൽ നിന്നും ഒക്കെ തന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് നിയമപരമായിട്ട് ഈ ഒരു പ്രധാനമന്ത്രി മുദ്ര യോജന സ്കീം പ്രകാരം MSMEസിന് ഫണ്ട് കണ്ടെത്താൻ സാധിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഇനി ഇതിനകത്ത് ചെറിയൊരു പോയിന്റ് ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉൾപ്പെട്ട് നമുക്ക് ലോൺ കിട്ടണമെങ്കിൽ അത് നോൺ ഫാം ഇൻകം ജനറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആയിരിക്കണം. കൃഷി സംബന്ധമായ കാര്യങ്ങൾക്ക് ഈ മുദ്ര യോജന സ്കീമിലൂടെ ലോൺ നമുക്ക് നേടാൻ പറ്റത്തില്ല. ബിക്കോസ് MSMEs എന്ന് പറയുന്ന ഒരു തരത്തിൽ പറഞ്ഞ സെക്കൻഡറി സെക്ടറിന്റെ ഭാഗമാണ്. കൃഷിയിടങ്ങളിൽ നിന്ന് മാറി ആളുകളെ ചിന്തിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഇതിനകത്തുണ്ട്. ബിക്കോസ് കാർഷിക മേഖല നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ മീൻസ് സെക്ടർ വൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൃഷി മേഖലയാണ്, കാർഷിക മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നത്. പക്ഷേ ഈ മേഖലയിൽ തന്നെയാണ് ഏറ്റവും കുറവ് കോൺട്രിബ്യൂഷൻ ടു GDP നമ്മുടെ രാജ്യത്തേക്ക് വരുന്നു. അതുകൊണ്ട് അതിന്റെ കാരണം പ്രധാനമായിട്ട് നമുക്കറിയാം ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ഈ മേഖലയിൽ കൂടുതലാണ്. ആവശ്യത്തിലും ഒരുപാട് ആളുകൾ ശരിക്കും പറഞ്ഞാൽ കാർഷിക മേഖലയിൽ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആ മേഖലയിൽ നിന്നും നമുക്ക് GDPയുടെ ആണെങ്കിലും പോരായ്മ കൃത്യമായിട്ട് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെയൊക്കെ പരിഹരിക്കുക, ആളുകളെ കൂടുതലും സെക്കൻഡറി സെക്ടറിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഈ മുദ്ര യോജനയുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ മുദ്ര യോജന ഉൾപ്പെടുത്തി നമുക്ക് ലോൺ കിട്ടണമെങ്കിൽ നോൺ ഫാം ഇൻകം ജനറേറ്റിംഗ് ആക്ടിവിറ്റീസിനെ നമുക്ക് ലോൺ കിട്ടുള്ളൂ. ഫാമിംഗ് ആക്ടിവിറ്റീസ് നമുക്ക് കിട്ടത്തില്ല എന്നുള്ള കാര്യം ഓർക്കാം. എത്ര എമൗണ്ട് വരെ ലോൺ കിട്ടാൻ സാധിക്കും? 10 ലക്ഷം രൂപ വരെയുള്ള ലോണുകൾ കിട്ടാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം ഓർക്കാം. ഇതിനകത്ത് എലിജിബിലിറ്റി ആർക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനി ഇന്ത്യൻ സിറ്റിസൺ വിത്ത് എ വയബിൾ ബിസിനസ് പ്ലാൻ, ഒരു വയബിൾ ആയിട്ടുള്ള പ്രോഫിറ്റബിൾ ആകാൻ പറ്റും എന്നുള്ള നല്ലൊരു ബിസിനസ് പ്ലാൻ ഉള്ള ഒരു വ്യക്തിക്ക് ഫോർ എ നോൺ ഫാം, ഞാൻ ഫാമിങ്ങിനകത്ത് വരത്തില്ല, അപ്പൊ നോൺ ഫാം സെക്ടർ ഇൻകം ജനറേറ്റിംഗ് ആക്ടിവിറ്റി ആണെങ്കിൽ ഈ സ്കീമിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ വരെ ഈ പറഞ്ഞ പോലെ നമുക്ക് ലോൺ കിട്ടാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം ഓർക്കാം. ഇനി ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്ന ലോണുകൾ നമ്മൾ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഈ ടോപ്പിക്ക് PYQ ആണ്. ഇപ്പൊ ഈ പറയുന്ന ടോപ്പിക്ക് PYQ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. 3 ആയിട്ടാണ് ലോണുകൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ശിശു, കിഷോർ ആൻഡ് തരുൺ എന്നുള്ള 3 കാറ്റഗറി ആയിട്ടാണ്. പിന്നെ അത് ശിശു ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിലവിൽ അപ്രോക്സിമേറ്റ്ലി അപ് ടു 50,000 റുപ്പീസിന്റെ ഈ പറഞ്ഞ പോലെ ലോൺ കിട്ടാനായിട്ട് സാധിക്കും. കിഷോർ ലോൺസ് ആണെങ്കിൽ റേഞ്ചിങ് ഫ്രം 50,000 ടു 5 lakh റുപ്പീസ് വരെയുള്ളതിനെയാണ് ശിശു ലോൺസ് എന്ന് അറിയപ്പെടുന്നത്. തരുൺ ലോൺസ് എന്ന് പറയുന്നതാണ് 5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെയുള്ള ലോണുകളെയാണ് തരുൺ ലോൺസ് എന്നായിട്ടും അറിയപ്പെടുന്നത്. അപ്പൊ ഈ 3 കാറ്റഗറിയിലായിട്ടാണ് നമ്മൾ ഈ ഒരു MSMEസിന് മുദ്ര യോജന പ്രകാരം ലോണുകൾ കൊടുക്കുന്നുള്ള കാര്യം കൃത്യമായിട്ട് മറക്കാതെ ഓർത്തിരിക്കുക. ഇത് PYQ ആയതുകൊണ്ടാണ് ഇത്ര സ്ട്രെസ് ചെയ്ത് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പം ഏത് സെക്ടർ ഡെവലപ്മെന്റ് ആണെന്ന് ചോദിച്ചാൽ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് MSMEസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് 2015 ലോഞ്ച് ചെയ്താണ്. സ്റ്റിൽ സക്സസ്ഫുള്ളി റൺ ചെയ്യുന്ന ഒരു സ്കീം തന്നെയാണ് മുദ്ര യോജന എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ മാക്സിമം 10 lakh റുപ്പീസ് വരെയാണ് ലോൺ കിട്ടാൻ സാധിക്കുന്നത്. അതിന് മുകളിലേക്കല്ല, മാക്സിമം 10 lakh റുപ്പീസ്. പിന്നെ ഇതിനകത്ത് ഏത് സെക്ടേഴ്സിന് ലോൺ കൊടുക്കുള്ളൂ? നോൺ ഫാം ഇൻകം ജനറേറ്റിംഗ് സെക്ടർ ആയിരിക്കണം. നോൺ ഫാം ഇൻകം ജനറേറ്റിംഗ് ആക്ടിവിറ്റീസിനെ ഉൾപ്പെടുത്തി ലോൺ കിട്ടുള്ളൂ. ഇനി ഇന്ത്യൻ സിറ്റിസൺ ഈ പറഞ്ഞ പോലെ വിത്ത് വയബിൾ ബിസിനസ് പ്ലാൻ ഫോർ നോൺ ഫാം സെക്ടർ ഇൻകം ജനറേറ്റിംഗ് ആക്ടിവിറ്റിക്ക് ഇതിനകത്ത് അപേക്ഷിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം കൃത്യമായിട്ടൊന്ന് മറക്കാതെ ഓർത്തിരുന്നേക്കും. ഓക്കെ, ഇത്ര കാര്യങ്ങൾ ഈ ഒരു ആർട്ടിക്കിളുമായിട്ട് നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നു. ദെൻ രണ്ടാമത്തെ ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യണം.
സെബി പ്ലാൻസ് ടു ഈസ് നോംസ് ഫോർ സോഷ്യൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. അപ്പൊ സോഷ്യൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു കാര്യം ഓൾറെഡി നമ്മുടെ നാട്ടിൽ ഉള്ളതാണ്. അതിന്റെ കുറച്ച് നോമുകൾ സെബി പറഞ്ഞ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ക്യാപിറ്റൽ മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യുന്നത് സെബിയാണ്. ഓക്കെ, ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് മെയിൻലി പറയുവാണെങ്കിൽ. മ്യൂച്വൽ ഫണ്ടുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിൽ റെഗുലേറ്റ് ചെയ്യുന്നത് ഒക്കെ തന്നെ ആരാണ്? സെബിയാണ്, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. സോ ആ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വന്നിരിക്കുന്ന സോഷ്യൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയതുകൊണ്ടാണ് അതിന്റെ നോംസ് സെബി കൈകാര്യം ചെയ്ത് ഈസി ഇരിക്കുന്നുള്ള വാർത്ത വന്നിരിക്കുന്നത്. ഇവിടെ ആക്ച്വലി ഈ ഒരു ആർട്ടിക്കിൾ തുടങ്ങുന്ന മുമ്പ് തന്നെ നമ്മളിത് മെയിൻലി ഡീൽ ചെയ്യുന്ന, ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ NGOs, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിനെയാണ് പ്രധാനമായിട്ട് ഡീൽ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക, എന്താണ് NPO എന്നുള്ള പ്രോപ്പർ ഡെഫിനേഷൻ. ബിക്കോസ് ആ ഡെഫിനേഷൻ വെച്ച് വേണമെങ്കിൽ നമുക്ക് പരീക്ഷയിലെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് സാധിക്കും. സോ ഇവിടെ ഈ ഒരു മൂന്നാമത്തെ പാരഗ്രാഫ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഡെഫിനേഷൻ കാണാൻ പറ്റും. ആൻഡ് NPO എന്ന് പറഞ്ഞാൽ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നുള്ളതാണ്. സോ NPO means a social enterprise registered as a charitable trust under the Indian Trust Act of 1882. ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് ഓഫ് 1882 പ്രകാരം ഇവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അല്ലെങ്കിൽ ഓർ അണ്ടർ ദ പബ്ലിക് ട്രസ്റ്റ് സ്റ്റാറ്റ്യൂട്ട് ഓഫ് ദ റെലവന്റ് സ്റ്റേറ്റ് ഓർ എ ചാരിറ്റബിൾ സൊസൈറ്റി രജിസ്റ്റേർഡ് അണ്ടർ ദ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് ഓഫ് 1860. അല്ലെങ്കിൽ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് ഓഫ് 1860 പ്രകാരം ഇവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ചാരിറ്റബിൾ സൊസൈറ്റിക്കും ഏത് പേരിൽ അറിയപ്പെടാൻ സാധിക്കും? നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയിട്ട് അറിയാൻ സാധിക്കും. ഇനി അതല്ലെങ്കിൽ നമുക്ക് മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഇത് ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് ഓഫ് 1882 പ്രകാരം രജിസ്റ്റർ ആയിരിക്കണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റിലവന്റ് ആയിട്ടുള്ള ഒരു ചാരിറ്റബിൾ സൊസൈറ്റി രജിസ്റ്റേർഡ് അണ്ടർ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് ഓഫ് 1860 പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് അണ്ടർ ദ സെക്ഷൻ 8 ഓഫ് കമ്പനീസ് ആക്ട് ഓഫ് 2013. സെക്ഷൻ 8 ഓഫ് കമ്പനീസ് ആക്ട് ഓഫ് 2013 പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനിയെ നമുക്ക് വേണമെങ്കിൽ ഏത് പേരിൽ അറിയപ്പെടാൻ സാധിക്കും? നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയിട്ട് അറിയപ്പെടാൻ സാധിക്കും. ഇനി ഇങ്ങനെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനികളുടെ ലിസ്റ്റ് ഓഫ് ആക്ടിവിറ്റീസ്, അവർ ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ ദേ വിൽ എക്സ്പാൻഡ് ടു ഇൻക്ലൂഡ് വെൽഫെയർ ഓഫ് ഡിസഡ്വാൻറ്റേജ്ഡ് ചിൽഡ്രൻ, വുമൺ, ഡെസ്റ്റിറ്റ്യൂട്ട്, എൽഡർലി ആൻഡ് ഡിസേബിൾഡ്, വൊക്കേഷണൽ സ്കിൽസ് ആൻഡ് പ്രൊമോഷൻ ആൻഡ് എഡ്യൂക്കേഷൻ ഓഫ് ആർട്ട്, കൾച്ചർ ആൻഡ് ഹെറിറ്റേജ്. അതായത് പ്രത്യേകിച്ച് മെയിൻലി പറയുവാണെങ്കിൽ എഡ്യൂക്കേഷൻ അപ്ലിപ്മെന്റ് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ മാർജിനലൈസ് സെക്ഷൻ ഓഫ് സൊസൈറ്റി, അതായത് സ്ത്രീകൾ, കുട്ടികൾ, പ്രായമായ ആളുകൾ, ട്രാൻസ്ജെൻഡേർഡ് കമ്മ്യൂണിറ്റീസ്, ഇവരുടെ ഒക്കെ തന്നെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻസ് ആണ് പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിൽ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നിലവിൽ ഈ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻസ് ഈ ഒരു സോഷ്യൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നുള്ള കൺസെപ്റ്റ് വരുന്നതിന് മുമ്പ് ഇവർ പൈസ ഒക്കെ പുറത്തുനിന്ന് കണ്ടെത്തിയിരുന്നത് ഡൊണേഷൻസിലൂടെയാണ്. കൂടുതലും ആളുകളുടെ കയ്യിൽ നിന്ന് ഡൊണേഷൻസിലൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിരിക്കുന്നത്. ഇവിടങ്ങളിൽ നോർമലി പറഞ്ഞ പോലെ ട്രാൻസ്പെറൻസിയുടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ നമ്മളാണെങ്കിലും പലപ്പോഴും ഓരോ NGOs ഒക്കെയാണ് നമ്മുടെ വീടുകളിൽ ഫണ്ട് ആവശ്യത്തിനായിട്ട് ഡൊണേഷൻസ് ആവശ്യപ്പെട്ട് നമ്മൾ വരുമ്പോഴേക്കും ആളുകൾ കൊടുക്കാറുണ്ട്. പക്ഷെ അവരൊരു വിശ്വാസം ഇല്ലായ്മ എന്നുള്ളൊരു കൺസെപ്റ്റ് അവിടെയുണ്ട്. കാരണം ഈ ഒരു ഫണ്ട് ഇവർ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു ക്ലാരിറ്റി കുറവ് പലപ്പോഴും ആളുകൾക്ക് തോന്നാറുണ്ട്. ഈ വെന്റേസി ഇതൊക്കെ തന്നിട്ടാണ് ഇത് വാങ്ങുന്നതെങ്കിലും പലപ്പോഴും ആളുകൾക്ക് പൈസ കൊടുക്കുന്ന ആൾക്കൊരു ക്ലാരിറ്റിയുടെ ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് കുറച്ചുകൂടെ ട്രാൻസ്പെറന്റ് ആക്കാനായിട്ട് ഇവർ എവിടെ നിന്നൊക്കെയാണ് പൈസ മേടിക്കുന്നത്, എന്താവശ്യത്തിനാണ് ഈ പൈസ ഉപയോഗിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റീസ് വരുത്താനായിട്ടാണ് ഇങ്ങനെ നമ്മൾ സോഷ്യൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒരു കൺസെപ്റ്റ് സെബി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സോഷ്യൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നമ്മുടെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ സാധിക്കും. ലിസ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിയമപരമായിട്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് ഫണ്ടുള്ള ആളുകൾക്ക് ഫണ്ടേഴ്സിന് അവിടെ ഈ പറഞ്ഞ പോലെ ഇവരുടെ ഷെയർ വാങ്ങാൻ സാധിക്കും. അങ്ങനെയാണ് ഇവര് പൈസ കണ്ടെത്തുന്നത്. അതുപോലെ തന്നെ ഈ തരത്തിൽ കണ്ടെത്തിയിരിക്കുന്ന പൈസ എന്തിനൊക്കെയാണ് ഉപയോഗിച്ചത് എന്നുള്ളതിനെ കുറിച്ച് പീരിയോഡിക്കലി നമുക്ക് സെബിക്ക് ഇത് കൊടുക്കണം, റിപ്പോർട്ട് കൊടുക്കണം. അതുകൊണ്ട് തന്നെ സെബിക്ക് അവിടെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാം. എന്തെങ്കിലും ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ കണക്കിൽ മിസ്മാച്ച് വരുന്ന രീതിയിലേക്ക് ഫണ്ട് ചെലവാക്കിയിട്ടുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ സെബിക്ക് അവിടെ ഇടപെട്ട് ആ ഒരു ഓർഗനൈസേഷനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള അധികാരവും ഈ സോഷ്യൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിലവിൽ റൺ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ നിലവിൽ ഈ പറഞ്ഞ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ നമുക്കറിയാലോ, അത്യാവശ്യം ഈ പറഞ്ഞ ഇവർക്ക് പ്രവർത്തന ചെലവുകൾ മാത്രമേ ഇവരെന്ത് മീറ്റ് ചെയ്യാറുള്ളൂ, ലാഭം ഇതിനകത്ത് കണ്ടെത്താറില്ല. അതുകൊണ്ട് തന്നെ ഒരുപാടധികം പ്രവർത്തന ചെലവുകൾ ഇവർക്ക് വരാനും പാടില്ല. ബിക്കോസ് ചെലവുകൾ വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഫണ്ട് വിനിയോഗിക്കാൻ, മീൻസ് എന്താണ് ഇവരുടെ പർപ്പസ്, അതിലേക്ക് വിനിയോഗിക്കുന്നതിനുള്ള പൈസയുടെ കുറവ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ നിലവിൽ പറയുമായിരുന്നെങ്കിൽ നിലവിലൊരു അവസ്ഥ പ്രകാരം സോഷ്യൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ എല്ലായ്പ്പോഴും തന്നെ ആനുവലി തന്നെ ഇവരുടെ ഈ പറഞ്ഞ പോലെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നെ സോഷ്യൽ ഇമ്പാക്ട് റിപ്പോർട്ടുകളും കാര്യങ്ങളും കൊടുക്കണം. അതുപോലെ തന്നെ ഇവരും ചെലവാക്കിയ പൈസയുടെ ആ ഒരു എന്താ ഒരു പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും ചെലവാക്കിയത്. ഇപ്പം എഡ്യൂക്കേഷൻ ആണ്, എഡ്യൂക്കേഷൻ ആ ചെലവാക്കിയ പൈസ കൊണ്ട് എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു, അതാണ് സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഇമ്പാക്ട് അസസ്മെന്റ് റിപ്പോർട്ടുകളെല്ലാം തന്നെ പീരിയോഡിക്കലി സെബിക്ക് സമർപ്പിക്കണമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ ആ ഒരു ചെലവുകൾ വളരെ രീതിയിൽ കൂടിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അതിനെയാണ് നിലവിൽ ഇപ്പോൾ ഇതിനകത്ത് കറക്റ്റ് ചെയ്തിരിക്കുന്നത്, ഈസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതാണ് ഈ ഹെഡിങ്ങിനകത്ത് സെബി പ്ലാൻസ് ടു ഈസ് നോംസ്. പ്ലാൻ എന്ന് ചെയ്യുന്നത് നിലവിൽ നടപ്പാക്കിയിട്ടില്ല, ബട്ട് സെബി ഈസ് പ്ലാനിങ് ടു ഈസ് ദോസ് നോംസ്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
നിലവിൽ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ആ ഒരു ഫ്രെയിം വർക്ക് എക്സ്പാൻഡ് ചെയ്തു. ലൈക്ക് കൂടുതൽ ഓർഗനൈസേഷൻസിന് വേണമെങ്കിൽ ഈ നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ പരിധിയിലേക്ക് വരാൻ സാധിക്കും. ലൈക്ക് ഈ പറഞ്ഞ പോലെ ചിൽഡ്രൻ, വുമൺ, വൊക്കേഷണൽ സ്കിൽസ് ആൻഡ് പ്രൊമോഷൻ ഓഫ് ആർട്ട്, കൾച്ചർ ആൻഡ് ഹെറിറ്റേജ് ടു ബി എലിജിബിൾ ആക്ടിവിറ്റീസ് ഫോർ സോഷ്യൽ എന്റർപ്രൈസ്. ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും ഇനി കൂടുതലും NPO എന്നുള്ള കാറ്റഗറിയിലേക്ക് കയറി വരാൻ പറ്റും. അതുപോലെ തന്നെ NPOs ബി പെർമിറ്റഡ് ടു രജിസ്റ്റർ വിത്ത് സോഷ്യൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫോർ 2 years വിത്തൗട്ട് റേസിംഗ് ഫണ്ട്സ് ത്രൂ ദം. അതായത് രജിസ്റ്റർ ചെയ്തിട്ട് ഇപ്പോൾ 2 വർഷം വരെ വേണമെങ്കിൽ ഇവർക്ക് ഫണ്ട് റേസ് ചെയ്തിരിക്കാൻ സാധിക്കും. അത് നേരത്തെ ഈ പറഞ്ഞ പോലെ പീരിയോഡിക്കലി ഫണ്ട് കളക്ട് ചെയ്യണമായിരുന്നു. കളക്ട് ചെയ്തില്ലെങ്കിൽ ഒരു ലൈസൻസ് ഒക്കെ പോകാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ നിലവിൽ ഈ പറഞ്ഞ 2 വർഷം രജിസ്റ്റർ ചെയ്തു, 2 വർഷത്തിനുള്ളിൽ ഈ പറഞ്ഞ പോലെ ഫണ്ടും കാര്യങ്ങളും കളക്ട് ചെയ്താൽ മതി. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് നോംസുകൾ നിലവിൽ ഇതിനകത്ത് ഈസ് ചെയ്ത് സെബി കൊടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വാർത്ത വന്നിരിക്കുന്നത്. ഈ ഒരു ആർട്ടിക്കിളിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോഷ്യൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് നിലവിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ല. നിലവിൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ നിഫ്റ്റി ഒക്കെ ഉണ്ടല്ലോ, NSE, BSE. അപ്പൊ അങ്ങനെ ഈ പറഞ്ഞ പോലെ നിലവിലുള്ള നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഒരു ഭാഗമായിട്ടാണ്, ഒരു പാർട്ടായിട്ടായിരിക്കും ഇത് റണ്ണ് ചെയ്യാൻ ഉദ്ദേശിക്കുക എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ റെഗുലേറ്റർ ആയിട്ട് ഇരിക്കുന്നതും സെബി തന്നെയാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കും. പലപ്പോഴും പരീക്ഷകളിലെ റെഗുലേറ്റേഴ്സിനെ കുറിച്ചിട്ടൊക്കെയാണ് ചോദ്യങ്ങൾ വരാറുള്ളത്. ഇതിന്റെ നിലവിലെ റെഗുലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നതും സെബി തന്നെയാണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. പിന്നെ ഇവരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആക്ട് നമ്മൾ ആ തുടക്കത്തിൽ പറഞ്ഞത്, ആ കാര്യം കൃത്യമായിട്ട് മറക്കാതെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ. സോ ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിളിൽ നമുക്ക് കൃത്യമായിട്ടും മനസ്സിലാക്കാനായിട്ടുള്ള നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് ഈ സ്ലൈഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. So then moving on to our third topic, government capex may miss a budget estimate again, higher outlay likely for financial year 2026 എന്നുള്ളതാണ് ആർട്ടിക്കിൾ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരിക്കുന്നത്. ഇവിടെ ഈ ഒരു ആർട്ടിക്കിൾ ഞാൻ എടുക്കാൻ കാരണം വേറെ ഒന്നുമില്ല. നിങ്ങൾ PYQs, എസ്പെഷ്യലി എക്കണോമിക്സ് ഉള്ള PYQs കണ്ടിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഓരോ എക്സ്പെൻഡിച്ചേഴ്സിനൊക്കെ തന്നെ ട്രെൻഡ് വെച്ചിട്ട് പരീക്ഷയിൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ട്രെൻഡ് മീൻസ് അതിന്റെ എക്സ്പെൻഡിച്ചേഴ്സ് കൂടുകയാണ്, കുറയുകയാണ് ഫോർ ദ പാസ്റ്റ് 5 years, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കാറുണ്ട്. ഇവിടെ നമ്മളങ്ങ് നോക്കുമ്പോഴേക്കും ആ ഒരു ചാർട്ട്, ആ ഒരു ടേബിളിനകത്ത് നമുക്ക് ആ ഒരു ട്രെൻഡ് ഒന്ന് വിറ്റ്നസ് ചെയ്യാൻ സാധിക്കും. അത് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. ബിക്കോസ് ഇവിടെ ഒരു ഫിനാൻഷ്യൽ, ഇപ്പൊ 2023, 24, 22, 23 ഇങ്ങനെയുള്ള ഓരോ ഫിനാൻഷ്യൽ ഇയർ നിങ്ങൾക്ക് ഇവിടെ 3 ബാർ ചാർട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് സിംഗിൾ ഇയറിൽ. എക്സെപ്റ്റ് 2024, 25 അത് പൂർണ്ണമായിട്ടില്ലോ. അപ്പൊ അവിടെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ഓരോ ലൈനും എന്താണുള്ളത് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പത്രത്തിൽ കാണാൻ സാധിക്കും. ഒരു ഡാർക്ക് ബ്ലൂ പോലെ കാണുന്ന ആക്ച്വൽ ഫിഗർ ആണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തീരെ ലൈറ്റ് ആയിട്ട് കാണുന്ന ഈ പറഞ്ഞ പോലെ ബ്ലൂയിഷ് കളർ എന്ന് പറയുവാണെങ്കിൽ അതിനെ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്നും, അതിൽ നിന്ന് ഒരു സ്വല്പം ഡാർക്ക് ആയിട്ടുള്ളത് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ബഡ്ജറ്റിനകത്ത് ഇനി കൊണ്ടുവരുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. ഉദാഹരണം പറയുവാണെങ്കിൽ ഈ വർഷത്തെ ബഡ്ജറ്റിനകത്ത് ഗവൺമെന്റ് പ്രഖ്യാപിക്കും ക്യാപെക്സ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് 100 കോടി രൂപയാണ് ചെലവഴിക്കാൻ പോകുന്നതെന്ന് പറയും. മേ ബി ഈ പറഞ്ഞ പോലെ അടുത്ത വർഷത്തെ ബഡ്ജറ്റ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ സ്റ്റിൽ ഈ ഫിനാൻഷ്യലി തന്നെയാണല്ലോ അവതരിപ്പിക്കുന്നത്. അന്നേരം ഗവൺമെന്റ് ഈ പറഞ്ഞ പോലെ ഇത് റിവൈസ് ചെയ്യും. മേ ബി 100 കോടിയും ചെലവാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. നമ്മുടെ ആഗ്രഹമാണ് 100 കോടി ചെലവാക്കണം എന്നുള്ളത്. പക്ഷെ മേ ബി ചെലവാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. 80 കോടി ആയിരിക്കും ചിലപ്പോൾ ചെലവാക്കി ഉണ്ടാവുക. ഇതിനെയാണ് ബഡ്ജറ്റ് ഈ പറഞ്ഞ റിവൈസ്ഡ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്, റിവൈസ്ഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ അതിന്റെ അടുത്ത ഫിനാൻഷ്യൽ ഇയർ വരുമ്പോഴാണ് ചിലപ്പോൾ 80 ചെലവാക്കി ഉണ്ടാവില്ല, 70 ചെലവാക്കാൻ പറ്റിയിട്ടുണ്ടാവുള്ളൂ. ഇതാണ് ആക്ച്വൽ ഫിഗർ എന്ന് പറയുന്നത്. സോ ആദ്യം ഈ പറഞ്ഞ പോലെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ചെയ്യും, പിന്നെ അതിനെ റിവൈസ് ചെയ്യും, പിന്നെയാണ് അതിൽ നിന്നും ആക്ച്വൽ വരാറുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ചാർട്ടുകൾ കാണുന്നത്. ഇപ്പം കഴിഞ്ഞ വർഷം 2023, 24 1 ലക്ഷം കോടി രൂപയാണ് നമ്മൾ ക്യാപെക്സ് ആയിട്ട് ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനേക്കാളും താഴത്തേക്ക് പോയി പറഞ്ഞ റിവൈസ്ഡ് വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ ഒപ്പം തന്നെ നിൽക്കുവാണ് നിലവിൽ ഈ പറഞ്ഞ ആക്ച്വൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും. സോ അങ്ങനെ വേരിയേഷൻസ് ഓരോ ഇയറിലും പോസിബിൾ ആണെന്നുള്ള കാര്യം ഓർത്ത് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്ന ട്രെൻഡ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ബഡ്ജറ്റ് എസ്റ്റിമേറ്റിന്റെ കാര്യത്തിൽ ആ ഒരു ഫസ്റ്റ് ആ ഒരു ബ്ലൂ കളർ, ആ ബഡ്ജറ്റ് എസ്റ്റിമേറ്റിന്റെ കാര്യത്തിൽ 2019 അല്ല 18 തൊട്ട് തന്നെ 18, 19, 20, 21, 22 പിന്നെ 23, 24 നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു റൈസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ 2017 ശേഷം ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഡിപ്പാണ് 18 കാണുന്നുണ്ട്. 17 അത്രയും ലെവൽ അല്ലെങ്കിൽ 17 വലിയ കൂടുതൽ ഇൻക്രീസ് അവിടെ വന്നിട്ടില്ല. ഇവിടെ ചോദിക്കുവാണ് ഫോർ ദ പാസ്റ്റ് 5 years, 10 years അങ്ങനെ ഒരു കണക്കിലാണ് പലപ്പോഴും ഇങ്ങനെയുള്ള ട്രെൻഡുകൾ ചോദിക്കാറുള്ളത്. ഫോർ ദ പാസ്റ്റ് 5 years ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്സ് ഫോർ ക്യാപെക്സ് ഇസ് സ്റ്റെഡിലി ഇൻക്രീസിംഗ് എന്ന് പറയുവാണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ബിക്കോസ് ഫോർ ദ പാസ്റ്റ് 5 years നമ്മൾ നോക്കുമ്പോൾ 2024 5 year നോക്കുമ്പോൾ 2019 തൊട്ട് നോക്കിയാൽ മതി. 19 തൊട്ട് നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് എല്ലാ വർഷവും ക്യാപെക്സിന്റെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് കൂടുന്നുണ്ട്. അതുപോലെ തന്നെ ബഡ്ജറ്റ് ആക്ച്വലും കൂടുന്നുണ്ട് കേട്ടോ. ആക്ച്വലി പറഞ്ഞ ഡാർക്ക് ബ്ലൂ നമ്മൾ നോക്കുവാണെങ്കിൽ ഓരോ വർഷം 2019 തൊട്ടിട്ട് ഓരോ വർഷം അത് കൂടുന്നുണ്ട്. ഈ വർഷത്തെ എങ്ങനെയാണെന്ന് അറിയത്തില്ല, ബഡ്ജറ്റ് വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് ഗവൺമെന്റ് ക്യാപെക്സിന്റെ ആക്ച്വൽസും അതുപോലെ വർദ്ധിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഓർക്കുക. പക്ഷേ ആക്ച്വൽസിന് ഈ പറഞ്ഞ ക്യാപെക്സിന്റെ ആക്ച്വൽ കമ്പയർ ചെയ്യുമ്പോൾ ബഡ്ജറ്റ് എസ്റ്റിമേറ്റിന് അത്ര നമുക്ക് പോകാൻ പറ്റാറില്ല. ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് 100 കോടിയാണെങ്കിൽ ആക്ച്വലിലേക്ക് എടുക്കുമ്പോഴേക്കും അത് 80 കോടി അല്ലെങ്കിൽ 70 കോടിയിലേക്ക് വരാൻ സാധിക്കാറുള്ളൂ എന്നുള്ളതും ഒരു പോയിന്റ് തന്നെയായിട്ട് ഇതിനകത്ത് അറിഞ്ഞിരിക്കും. അതുകൊണ്ട് ആ ട്രെൻഡ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ബിക്കോസ് ആ ട്രെൻഡ് വെച്ചിട്ട് ചോദ്യങ്ങൾ കാണാറുള്ളത് കൊണ്ടിട്ടാണ്. എനിവേ നമുക്ക് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ട മറ്റൊരു കാര്യമാണ്, അതിന് ആ ടോപ്പിക്കിലേക്ക് കിടക്കാൻ മുമ്പ്
ജസ്റ്റ് ഞാൻ ക്യാപെക്സ് എന്താന്നുള്ള കാര്യം വൺസ് അഗൈൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, ബിക്കോസ് അത് നമുക്ക് ആവശ്യമുള്ളതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താന്നുള്ളത്. സോ ബേസിക്കലി നമ്മൾ ബഡ്ജറ്റിനകത്ത് പഠിക്കുന്നതാണ് ഗവൺമെന്റിന്റെ റവന്യൂ, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചേഴ്സും അതുപോലെ റെസീപ്റ്റ്സും ആണ്, വരവ് ചെലവ് കണക്കുകളാണ് പ്രധാനമായിട്ടും നമ്മൾ ബഡ്ജറ്റിനകത്ത് പഠിക്കുന്നത്. അതിനകത്ത് ഇവിടെ നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ എക്സ്പെൻഡിച്ചർ ഭാഗം പഠിച്ചിരിക്കുക. അപ്പം ബഡ്ജറ്റിനകത്ത് ഈ പറഞ്ഞ പോലെ റെസിപ്റ്റ്സും ഉണ്ട്, അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ട്. അതിനകത്ത് നമുക്ക് മെയിൻലി ബഡ്ജറ്റിനകത്ത് ഇപ്പൊ നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചേഴ്സ് ആണ്. സോ ഈ എക്സ്പെൻഡിച്ചേഴ്സിനെ രണ്ടായിട്ട് ക്ലാസ് ചെയ്യാൻ പറ്റും. അതിനകത്ത് ഒന്നാണ് ഈ പറഞ്ഞ റവന്യൂ എക്സ്പെൻഡിച്ചർ, രണ്ടാമത്തെ ഈ പറഞ്ഞ പോലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. സോ ഇതിൽ റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഡേ ടു ഡേ സ്പെൻഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻഡിച്ചേഴ്സ് ആണ്. ഐ മീൻ ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് സാലറി കൊടുക്കുക, അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫീസുകളിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും നമ്മൾ പേപ്പർ, പേന അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മേടിക്കുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഡേ ടു ഡേ പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്ന പൈസകളാണ് കൂടുതലും ഗവൺമെന്റിന്റെ റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ ഭാഗമായിട്ട് ചെലവഴിക്കുന്നത്. അതേ സ്ഥാനത്ത് ഗവൺമെന്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭാവിയിലേക്ക് വേണ്ടിയിട്ടൊക്കെയുള്ള സ്പെൻഡിംഗ് എന്ന് പറയാറില്ലേ. ഇപ്പൊ ലൈക്ക് പറയുവാണെങ്കിൽ അസറ്റുകൾ ബിൽഡ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് എന്തെങ്കിലും ഒരു ബിൽഡിങ്ങുകൾ കൺസ്ട്രക്ട് ചെയ്യുക, അല്ലെങ്കിൽ റോഡ് കൺസ്ട്രക്ട് ചെയ്യുക, ഡിഫൻസിലേക്കുള്ള കൺസ്ട്രക്ഷൻ പർപ്പസുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഭാവിയിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലാണ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. നമ്മൾ ഒരാൾക്ക് ലോൺ കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ ഭാഗമായിട്ട് മാറുന്നത്. സോ അതുകൊണ്ട് തന്നെ ക്യാപെക്സ് എന്തിനാണ് വർദ്ധിപ്പിച്ച് നിർത്തേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് പിടിയിട്ട് കാണാം. കാരണം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ നിന്നാണ് നമുക്ക് ഫ്യൂച്ചർ റിട്ടേൺ കിട്ടുന്നത്. ഇപ്പം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ റിട്ടേൺസിനെ അത് നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യും. സോ ഇതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാനായിട്ടുള്ളൂ. ആ ഒരു വ്യൂ പോയിന്റ്, ഇത്രയും പറഞ്ഞ ആ ഒരു സിമ്പിൾ വ്യൂ പോയിന്റ്, മിനിമം പോയിന്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി നമുക്ക് മൂവ് ഓൺ ചെയ്യാം. സോ വാട്ട് ആർ ദി ഇമ്പാക്ട്സ് ഓഫ്, ഇതാണ് നമുക്ക് മെയിൻലി പഠിക്കാനുള്ളത്. യൂണിയൻ ഗവൺമെന്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡിക്ലൈൻ ചെയ്യുന്നതിന്റെ ഇമ്പാക്ട് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാനുള്ളത്. ഇതിലേക്ക് കടക്കുമ്പോഴേക്കും ആദ്യം അറിഞ്ഞിരിക്കേണ്ടതാണ് ഗവൺമെന്റ് ടോട്ടൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ 90% പോകുന്ന 6 സെക്ടേഴ്സിലേക്കാണ്. റോഡുകൾ, റെയിൽവേ, ഡിഫൻസ്, ടെലികോം, ട്രാൻസ്ഫർ ടു സ്റ്റേറ്റ്സ് ആൻഡ് ന്യൂ സ്കീംസ്. ഈ പ്രധാനപ്പെട്ട 6 മേഖലകളിലേക്കാണ് ഗവൺമെന്റ് 90%, സെൻട്രൽ ഗവൺമെന്റ് 90% ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ ഡിക്ലൈൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ മേഖലകളിലേക്കുള്ള ചെലവിനെ അത് ബാധിക്കും. ലൈക്ക് റോഡുകളിൽ നമുക്ക് പുതിയതായിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റിയെന്ന് നിൽക്കത്തില്ല, റെയിൽവേയുടെ നവീകരണത്തെ അത് ബാധിക്കും, ഡിഫൻസിന്റെ അപ്ഗ്രഡേഷനെ ബാധിക്കും. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ഈ ഇത്തരത്തിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡിക്ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ എക്കണോമിക് ഗ്രോത്തിനെയും അത് ഡിക്രീസ് ചെയ്യും. അതുപോലെ തന്നെ എക്കണോമിക് ഡെവലപ്മെന്റും അത് ഹാമ്പർ ചെയ്യിക്കും എന്നുള്ള കാര്യം നോക്കാം. ബോത്ത് ഗ്രോത്തും അതുപോലെ ഡെവലപ്മെന്റും താഴത്തേക്ക് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. സോ അതുപോലെ തന്നെ ഇത് പ്രതീക്ഷിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഈ ഡിക്ലൈൻ വന്നു കഴിയുമ്പോഴേക്കും നിലവിൽ നമ്മുടെ റോഡ് ആൻഡ് ഹൈവേസിലേക്കുള്ള സ്പെൻഡിങ് 16% ഡിക്ലൈൻ ചെയ്തേക്കാം എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഡിഫൻസിലേക്ക് അത് 15%, റെയിൽവേസിൽ ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഡിക്ലൈൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ അങ്ങനെ ഒരു ഡിക്ലൈൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൾട്ടിപ്പിൾ എഫക്ട് ഉണ്ടാക്കും. ബിക്കോസ് ഇവിടെ നമ്മൾ ഈ സിഗ്നിഫിക്കൻസ് മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ ഡിക്ലൈൻ്റെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്തിനാണ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ചോദിച്ചു കഴിഞ്ഞാൽ ബിക്കോസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറോട് നമുക്ക് മൾട്ടിപ്പിൾ എഫക്ട് ഉണ്ടാക്കാൻ പറ്റും. റവന്യൂ എക്സ്പെൻഡിച്ചറോട് ഉണ്ടാക്കാൻ പറ്റും. ലൈക്ക് ഗവൺമെന്റ് ഒരു എന്തെങ്കിലും പേപ്പറോ പേന, അല്ലെങ്കിൽ ഗവൺമെന്റ് ഈ പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റവന്യൂ എക്സ്പെൻഡിച്ചർ ആണല്ലോ ഗവൺമെന്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ്, അല്ലെങ്കിൽ സാലറി എന്ന് പറയും, ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ സാലറി കാര്യങ്ങളും. അപ്പോൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ സാലറി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ആ വരുമാനം കിട്ടുമ്പോൾ മാർക്കറ്റിൽ അവർ കൂടുതൽ സാധനങ്ങൾ വാങ്ങും. അപ്പോൾ അത് ഈ പറഞ്ഞ എഫക്ട് ഉണ്ടാക്കാം, എക്കണോമിക് എഫക്ട് ഉണ്ടാക്കാം. പക്ഷെ അതിനേക്കാൾ കൂടുതൽ എഫക്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ. ഇവിടെ ഡേറ്റ സഹിതം നോക്കുകയാണെങ്കിൽ ആസ് പെർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഫിനാൻസ് ആൻഡ് പോളിസി ഡേറ്റ പ്രകാരം ഫോർ എവറി റുപ്പീ സ്പെൻഡ് ഓൺ റവന്യൂ എക്സ്പെൻഡിച്ചർ ഗവൺമെന്റ് ചെലവാക്കുന്ന ഓരോ തുകയ്ക്കും നമുക്ക് മാർക്കറ്റിൽ ഈ പറഞ്ഞ പോലെ 0.98ന്റെ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കും. അതായത് 1 രൂപ ഗവൺമെന്റ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് ചെലവാക്കുമ്പോൾ ആ 1 രൂപയ്ക്ക് വീണ്ടും ഒരു 0.98 റുപ്പീസിന്റെയും കൂടെ ചെലവുകൾ എക്കണോമിയിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഈ പറഞ്ഞ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലാണ് ഗവൺമെന്റ് ചെലവാക്കുന്നതെങ്കിൽ അത് 2.25 റുപ്പീസിന്റെ മടങ്ങ്, ഈ പറഞ്ഞ 1 രൂപ ഗവൺമെന്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ചെലവാക്കുമ്പോൾ അത് എക്കണോമിയിൽ 2 രൂപ 25 പൈസയുടെ എഫക്ട് ഉണ്ടാക്കാൻ പറ്റും ഡയറക്ട്ലി ആ വർഷം തന്നെ. ഏത് വർഷമാണ് ഗവൺമെന്റ് ചെലവാക്കുന്നത് ആ വർഷം തന്നെ അത് അത്ര ഇമ്പാക്ട് ഉണ്ടാക്കും. ബട്ട് ഓവർ ദി ഇയേഴ്സ് അതുമൂലം ഏകദേശം 4 രൂപ 80 പൈസയുടെ എഫക്ട് വരെ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് പറയപ്പെടുന്നത്. ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മൾ റോഡ് കൺസ്ട്രക്ട് ചെയ്യാൻ വിചാരിച്ചു. റോഡ് കൺസ്ട്രക്ട് ചെയ്യുമ്പോഴേക്കും 1 വർഷം കൊണ്ടായിരിക്കില്ല റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്നത്, 3-4 വർഷങ്ങളൊക്കെ എടുത്തിട്ടായിരിക്കുമല്ലോ പ്രധാനപ്പെട്ട റോഡുകളൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്ന ആ വർഷം ഈ പറഞ്ഞ പോലെ ആ ഒരു പർട്ടിക്കുലർ വർഷത്തിൽ ഈ പറഞ്ഞ പോലെ 2.25 രൂപയുടെ എഫക്ട് ഉണ്ടാക്കും. എന്നാൽ ഈ പറഞ്ഞ പോലെ ഓവർ ദി ഇയേഴ്സിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് 4 രൂപ 80 പൈസയുടെ എഫക്ട് ഉണ്ടാക്കുമെന്നാണ് പറയപ്പെടുന്നത്. അത്രത്തോളം മൾട്ടിപ്ലയർ എഫക്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ടാക്കാൻ പറ്റും. ബിക്കോസ് അവിടെ ഒരുപാട് പേർക്ക് ജോലി സാധ്യതകളുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ പുതിയൊരു റോഡ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ആ റോഡ് കൺസ്ട്രക്ഷന്റെ ഭാഗമായിട്ട് ഒരുപാട് പേർക്ക് ജോലി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ വരുമാനം കൂടും. അങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരുപാടധികം മൾട്ടിപ്പിൾ എഫക്ട് എക്കണോമിയിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയാം. ലേബർ പ്രൊഡക്ടിവിറ്റി ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇത്രത്തോളം മൾട്ടിപ്ലയർ എഫക്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയുന്നത്. സോ അതുകൊണ്ട് നമുക്ക് ആലോചിച്ചാൽ മതി, ഗവൺമെന്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ മൾട്ടിപ്ലയർ എഫക്ട് കുറയും. മൾട്ടിപ്ലയർ എഫക്ട് കുറയാന്ന് പറയുമ്പോഴേക്കും ലേബർ പ്രൊഡക്ടിവിറ്റിയും കാര്യങ്ങളും കുറയും, അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് മാർക്കറ്റിൽ കൂടാനായിട്ടുള്ള ചാൻസുകളും വളരെ വളരെ കൂടുതലാണ്. സോ ഇങ്ങനെ വരുന്ന കാരണമാണ് ഗവൺമെന്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂട്ടി വെക്കണമെന്ന് പറയുന്നത്. പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ ഗവൺമെന്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂടുന്നതും പ്രശ്നം എക്കണോമിക്ക്. ബിക്കോസ് ഏതൊരു സംഭവം നമ്മൾ മിനിമം എന്നല്ലേ പറയുന്നത്, ആ
ക്വസ്റ്റിന് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് എഫക്ട് തന്നെ ഉണ്ടാക്കും. ഇവിടെ അത് തന്നെയാണ്. ഗവൺമെന്റ് ആവശ്യത്തിൽ കൂടുതൽ മാർക്കറ്റിൽ നിന്ന് ഈ പറഞ്ഞ പോലെ എക്സ്പെൻഡിച്ചർ ചെയ്യാന്ന് വിചാരിച്ചു. സോ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ചെയ്യാൻ തീർച്ചയായിട്ടും ഇവിടുന്ന് ഗവൺമെന്റ് പൈസ കണ്ടെത്തുന്നത് ബോറോ ചെയ്യേണ്ടതായിട്ട് വരും. സോ ഗവൺമെന്റ് കൂടുതൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ കൂടുതൽ ബോറോ ചെയ്യേണ്ടി വരും. സോ ഗവൺമെന്റ് ബോറോയിങ്സ് കൂടിക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഈ പറഞ്ഞ പോലെ നോർമൽ ഇൻഡിവിജ്വൽസിന് പൈസ കിട്ടിയെന്ന് വന്നേക്കത്തില്ല. ബിക്കോസ് പൈസ മുഴുവൻ എടുത്തേക്കും ഗവൺമെന്റ് ഈ പറഞ്ഞ പോലെ ബോറോ ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ മാർക്കറ്റിൽ പലിശ നിരക്കുകൾ ഇൻട്രസ്റ്റ് റേറ്റ്സ് ഒക്കെ തന്നെ വർദ്ധിക്കും. ഈ ഇൻട്രസ്റ്റ് റേറ്റ്സ് ഒക്കെ വർദ്ധിക്കുമ്പോഴേക്കും കമ്പനികൾക്ക് ലോൺ കിട്ടാതാവുമ്പോഴേക്കും ഇറ്റ് വിൽ ലീഡ് ടു ക്രൗഡിംഗ് ഔട്ട് എഫക്ട്. ഇവിടുന്ന് കമ്പനികൾ മറ്റ് രാജ്യങ്ങൾ തേടി പോകുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവും. ഇവിടുത്തെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി എന്നുള്ള ഒരു കൺസെപ്റ്റ് ഒക്കെ തന്നെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഒരുപാട് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ലീഡ് ടു ക്രൗഡിംഗ് ഔട്ട് എഫക്ട് ഇൻ ദ എക്കണോമി എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇവിടുന്ന് പൈസ കിട്ടാതാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ കമ്പനികൾ പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇറ്റ്സ് കോൾഡ് ക്രൗഡിംഗ് ഔട്ട് എഫക്ട്. അതൊന്ന് ഓർത്തിരിക്കണം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഒരു പരിധിയിൽ കൂടി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ലീഡ് ടു ക്രൗഡിംഗ് ഔട്ട് എഫക്ട് ബിക്കോസ് ഇറ്റ് ക്യാൻ റേസ് മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ്. മാർക്കറ്റിൽ ഈ പറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റുകൾ പലിശ നിരക്കുകൾ അത് ഉയർത്തിയേക്കും എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് എക്സാമിന്റെ വ്യൂ പോയിന്റിൽ പഠിക്കാനുള്ളത്. Then moving on to our last topic, Trump, the 47th US president, was to stop all censorship എന്നുള്ള ആർട്ടിക്കിൾ ഹെഡ്ലൈൻ വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞോടെ ഇവിടെ നമുക്ക് ഈ ഒരു ആർട്ടിക്കിൾ പ്രധാനമായിട്ടും പഠിക്കാനായിട്ടുള്ളത് ഇന്ത്യയുടെയും US-ന്റെ ഈ പറഞ്ഞ പോലെ പ്രസിഡൻസിന്റെ തമ്മിലുള്ള കമ്പാരിസൺ ആണ് കൃത്യമായിട്ട് നമുക്ക് നോക്കാനായിട്ടുള്ളത്. സോ ആദ്യമേ തന്നെ പറയുവാണെങ്കിൽ ഇപ്പം നമ്മൾ US എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു പ്രസിഡൻഷ്യൽ ഒരു രീതിയാണ് അവർ ഈ പറഞ്ഞ പോലെ സിസ്റ്റമാണ് അവർ പിന്തുടരുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ആണ് നമ്മളത് പിന്തുടരുന്നത്. ഇവർ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് വെച്ചാൽ സെപ്പറേഷൻ ഓഫ് പവേഴ്സിൽ തന്നെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ സെപ്പറേഷൻ ഓഫ് പവർ പറയുവാണെങ്കിൽ സെപ്പറേഷൻ പവറിന്റെ കാര്യം പറയുവാണെങ്കിൽ ഇന്ത്യയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് 3 രീതിയിലുള്ള സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ഉണ്ടല്ലോ. 3 വിങ്ങുകളുണ്ട് കൃത്യമായിട്ട് പറയുവാണെങ്കിൽ ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ. ഈ 3 വിങ് ഉണ്ട്. ഇന്ത്യയുടെ കാര്യത്തിൽ പറയുവാണെങ്കിൽ ഈ 3 വിങ്ങും താരതമ്യേന ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ്ലി സെപ്പറേറ്റഡ് ആണ് നമുക്ക് പറയാൻ പറ്റത്തില്ല. എസ്പെഷ്യലി ലെജിസ്ലേച്ചറിന്റെ എക്സിക്യൂട്ടീവിന്റെ കാര്യത്തിൽ. ബിക്കോസ് നമ്മുടെ നാട്ടിലെ മന്ത്രിമാരെന്ന് പറയുമ്പോഴേക്ക് ഇത് എക്സിക്യൂട്ടീവിന്റെ ഭാഗമാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇവര് നമ്മുടെ ഈ പറഞ്ഞ പോലെ പാർലമെന്റിന്റെയും ഭാഗമാണ്. ഏതർ ലോക്സഭയിലെ രാജ്യസഭയിലെ എംപിമാരും കൂടിയായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയുടെ കാര്യത്തിൽ ഈ 2 വിങ്ങുകളും എസ്പെഷ്യലി ലെജിസ്ലേച്ചറിന്റെ എക്സിക്യൂട്ടീവുകളും കംപ്ലീറ്റ്ലി സെപ്പറേറ്റഡ് ആണ് നമുക്ക് പറയാൻ പറ്റത്തില്ല. ജുഡീഷ്യറി സെപ്പറേറ്റഡ് ആയിട്ട് നിൽപ്പുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ല അമേരിക്കയിൽ കാണുന്നത്. അമേരിക്കയിൽ വാട്ടർ ടൈറ്റ് ആയിട്ടുള്ള സെപ്പറേഷൻ പവേഴ്സ്. വാട്ടർ ടൈറ്റ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള എന്താ പറയുക ഒരു ഇന്ത്യയിൽ നമ്മൾ കാണുന്ന പോലെ തന്നെ ആ ഒരു മിക്സിംഗ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കൃത്യമായിട്ടുള്ള വാട്ടർ ടൈറ്റ് സെപ്പറേഷൻ ആണ് അമേരിക്കയിൽ കാണുന്നത്. അവിടെ ഈ പറഞ്ഞ പോലെ ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചർ തമ്മിൽ കംപ്ലീറ്റ്ലി സെപ്പറേറ്റഡ് ആണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അതാണ് പ്രധാനമായിട്ട് ഈ പറഞ്ഞ പോലെ ഒരു വ്യത്യാസം നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പം ഒന്ന് ഇന്ത്യയിലെ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ആണ്, എന്നാൽ അമേരിക്കയിൽ പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെന്റ് എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ പ്രധാനമായിട്ടും പറയുവാണെങ്കിൽ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് പ്രസിഡന്റ് ആണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു സെറിമോണിയൽ പവർ മാത്രം. അതുകൊണ്ടാണ് നോമിനൽ പവർ എന്ന് അറിയപ്പെടുന്നത്. നോമിനൽ ഹെഡ് എന്ന് അറിയപ്പെടുന്നത് ഈ പറഞ്ഞ പോലെ പ്രസിഡന്റിന്റെ ഭാഗത്താണ്. പക്ഷേ ഇന്ത്യയിലെ റിയൽ ഹെഡ് അല്ലെങ്കിൽ റിയൽ പവർ ഇരിക്കുന്ന ആരുടെ കൈവശമാണ്? ഗവൺമെന്റിന്റെ കൈവശം. ഗവൺമെന്റിനെ നയിക്കുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ ആണ്. സോ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴേക്കും അത് പ്രസിഡന്റ് ആണ്. പക്ഷേ ഹെഡ് ഓഫ് ദ ഗവൺമെന്റ് എന്ന് പറയുമ്പോഴേക്കും അത് പ്രൈം മിനിസ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെയാണ് റിയൽ എക്സിക്യൂട്ടീവ് പവർ ഇന്ത്യയിൽ പ്രൈം മിനിസ്റ്ററിന്റെ കൈവശമാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം പറയുന്നത്. പക്ഷേ US-ന്റെ കാര്യം നോക്കുവാണെങ്കിൽ അവിടെ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റും ഹെഡ് ഓഫ് ദി ഗവൺമെന്റുമാര് തന്നെയാണ് നിൽക്കുന്നത്. പ്രസിഡന്റ് തന്നെയാണ്. അപ്പൊ ആ ഒരു കാര്യം കൂടി കൃത്യമായിട്ട് ഓർത്തിരിക്കുക. then എലിജിബിലിറ്റിയുടെ കാര്യത്തിനകത്ത് വ്യത്യാസങ്ങളുണ്ട്, ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഉദാഹരണം പറയുവാണെങ്കിൽ ഇന്ത്യയിൽ സിറ്റിസൺ ഓഫ് ഇന്ത്യക്ക് പറഞ്ഞ പ്രസിഡന്റ് ആകാൻ സാധിക്കും. ഇവിടെ കാര്യം ഓർക്കണം, സിറ്റിസൺ ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ ഏതൊക്കെ രീതിയിൽ സിറ്റിസൺഷിപ്പ് നേടാൻ സാധിക്കും? ബൈ ബർത്ത്. ഇപ്പൊ നമ്മളൊക്കെ പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ജനിക്കുകയാണെങ്കിൽ ബൈ ബർത്ത് തന്നെ നമുക്ക് ഈ പറഞ്ഞ സിറ്റിസൺഷിപ്പ് കിട്ടും. അതേ സ്ഥാനത്ത് ഡിസെന്റ് ആയിട്ടും നാച്ചുറലൈസേഷനും രജിസ്ട്രേഷൻ ആയിട്ടും ഒക്കെ ഈ പറഞ്ഞ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നമുക്ക് നേടാൻ സാധിക്കും. അങ്ങനെയുള്ള ഏതൊരു വ്യക്തിക്കും ഒരു സിറ്റിസൺ ആയാൽ മതി. അത് ഏത് മാർഗത്തിലൂടെ നാച്ചുറലൈസ്ഡ് ആകാം, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ആകാം, അല്ലെങ്കിൽ ഡിസെന്റ്, അല്ലെങ്കിൽ ബൈ ബർത്ത്. ഈ കാറ്റഗറിയിലൊക്കെ തന്നെ നമുക്ക് സിറ്റിസൺ കിട്ടിയാലും നമുക്ക് ആരാകാൻ സാധിക്കും? ഇന്ത്യൻ പ്രസിഡന്റ് ആകാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്നുള്ള കാര്യം ഓർക്കാം. പക്ഷെ അമേരിക്കയിൽ ഇങ്ങനെ ഒരു രീതിയില്ല. നാച്ചുറലി ബോൺ സിറ്റിസനെ അവിടെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് മാറാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റൊരു പോയിന്റ് ആണ് ഇന്ത്യയിലെ പ്രസിഡന്റ് ആകാനായിട്ടുള്ള ഒരു പ്രായം എന്ന് പറഞ്ഞാൽ 35 ഇയേഴ്സ് ഓർ ഓൾഡർ ആയിരിക്കണം. അമേരിക്കയിൽ അത് തന്നെയാണ്, 35 ഇയേഴ്സ് ഓർ ഓൾഡർ ആയിരിക്കണം. പിന്നെ ഈ പറഞ്ഞ നമ്മുടെ മറ്റൊരു ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ലോക്സഭ മെമ്പർ ആകാനുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു വ്യക്തിക്കാണ് നമ്മുടെ പ്രസിഡന്റ് ആയിട്ട് മാറാൻ സാധിക്കുന്നത്. അമേരിക്കയിൽ റെസിഡന്റ് ആയിരിക്കണം. റെസിഡന്റ് ഓഫ് US ഫോർ 14 ഇയേഴ്സ്, 14 വർഷമായിട്ട് ആള് റെസിഡന്റും കൂടി ആയിരിക്കണം എന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ ഇന്ത്യയിൽ ഹി ഓർ ഷീ ഷുഡ് നോട്ട് ഹോൾഡ് എനി ഓഫീസ് ഓഫ് പ്രോഫിറ്റ് അണ്ടർ ഗവൺമെന്റ്. ബിക്കോസ് ബയാസിനാകാതിരിക്കാനായിട്ടാണ് ഷുഡ് നോട്ട് ഹോൾഡ് എനി ഓഫീസ് ഓഫ് പ്രോഫിറ്റ് അണ്ടർ ഗവൺമെന്റ് ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പോയിന്റ് അവിടെ
അവിടെ പറയുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവിടെ ഒരു പോയിന്റ് ആയിട്ട് നമ്മൾ നേരത്തെ നോട്ട് ചെയ്യാൻ പറഞ്ഞ പോലെ തന്നെയാണ് നാച്ചുറലൈസ് സിറ്റിസൺ ഇസ് നോട്ട് എലിജിബിൾ ടു ബിക്കം പ്രസിഡന്റ് ഇൻ USA. പ്രസിഡന്റ് ആയിട്ട് US മാറണമെങ്കിൽ ആൾ അവിടെ തന്നെ ജനിച്ച ആളായിരിക്കും, നാച്ചുറലി ബോൺ സിറ്റിസൺ ആയിരിക്കണം എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. എന്നാൽ ഇന്ത്യയുടെ കാര്യത്തിൽ നാച്ചുറലൈസ്ഡ് സിറ്റിസൺ ക്യാൻ ഓൾസോ ബിക്കം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ അടുത്ത് സിറ്റിസൺ ആയാൽ മതി, ഏത് രീതിയിൽ സിറ്റിസൺഷിപ്പ് അക്യൂർ ചെയ്താൽ ഈ പറഞ്ഞ സിറ്റിസൺ ഓഫ് ഇന്ത്യ ആണെങ്കിൽ നമുക്ക് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനും ഒക്കെ തന്നെ സാധിക്കും. ഇനി അടുത്തത് പറയുവാണെങ്കിൽ ടെന്യൂറിന്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. അമേരിക്കയിൽ 4 വർഷം കേട്ടോ, 4 വർഷമാണ് ടെന്യൂർ. അതുപോലെ ഒരു വ്യക്തിക്ക് 2 ടൈം മാത്രമേ അമേരിക്കൻ പ്രസിഡന്റ് നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്ത്യയുടെ കാര്യത്തിൽ അങ്ങനെയില്ല, 5 ഇയർ ആണ് ഓൾറെഡി പറഞ്ഞ പോലെ. പിന്നെ എനി നമ്പർ ഓഫ് ടേംസ് ആണ്, ഇൻഡെഫിനിറ്റ് ടൈംസ് ഈ പറഞ്ഞ പോലെ ഒരു ഇന്ത്യയിലെ പ്രസിഡന്റ് ആ ഓഫീസിൽ തന്നെ തുടരാൻ സാധിക്കും. എലിജിബിൾ ഫോർ റീ ഇലക്ഷൻ, വന്നു കഴിഞ്ഞ് വീണ്ടും ഈ പറഞ്ഞ റീ എലക്ട് ചെയ്ത് ആ ഓഫീസിലേക്ക് തന്നെ വരാൻ പറ്റും എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ റോളാണ്. പ്രസിഡന്റ് എന്ന് പറയുന്നത് നോൺ പാർട്ടിസൺ റോളാണ്. ഈവൻ ദോ പ്രസിഡന്റ് ഈ പറഞ്ഞ ഗവൺമെന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത് അല്ലെ, ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ മേജർ പാർട്ടി ആയിരിക്കും. ഈവൻ ദോ അങ്ങനെയാണെങ്കിൽ പോലും നോൺ പാർട്ടിസൺ റോളാണ് ഇന്ത്യയിലെ പ്രസിഡന്റ് വഹിക്കുന്നത്. നോ ഡയറക്ട് പാർട്ടി ഇൻവോൾവ്മെന്റ് ആയിട്ട് പറയാം. നോ ഡയറക്ട് പാർട്ടി ഇൻവോൾവ്മെന്റ് നമ്മൾ പറഞ്ഞെങ്കിൽ പോലും ബട്ട് നമുക്ക് അറിയാം അതിനകത്ത് ചെറിയ രീതിയിൽ പാർട്ടി ഇൻവോൾവ്മെന്റ് ഉണ്ട്. ബട്ട് അൾട്ടിമേറ്റ്ലി പ്രസിഡന്റ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് നോൺ പാർട്ടിസൺ റോളിലാണ്. പക്ഷെ അമേരിക്കയിൽ പാർട്ടിക്ക് മീൻസ് പ്രധാനപ്പെട്ട റോളുണ്ട്, സിഗ്നിഫിക്കന്റ് റോളുണ്ട്. ബിക്കോസ് കാൻഡിഡേറ്റ്സ് ആർ ഫ്രം പൊളിറ്റിക്കൽ പാർട്ടീസ് തന്നെയാണ് പോരുന്നത്. ദെൻ ഇവരുടെ മാനർ ഓഫ് ഇലക്ഷനകത്തും പ്രത്യേകതയുണ്ട്. രണ്ടിടത്തും ഇൻഡയറക്ട്ലി ആണ് എലക്ട് ചെയ്യുന്നത്. പക്ഷേ ഇലക്ടറൽ കോളേജിലെ വ്യക്തികളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. ഇന്ത്യയിൽ പറയുവാണെങ്കിൽ ഇൻഡയറക്ട്ലി തന്നെ എലക്ട് ചെയ്യുന്നു ബൈ മെമ്പേഴ്സ് ഓഫ് ഇലക്ടറൽ കോളേജ്. ഈ ഇലക്ടറൽ കോളേജിനകത്ത് ആരൊക്കെയാണുള്ളത്? elected members of both the House of Parliament. Nominated members ഇല്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കണം. Elected members of both the House of Parliament and elected members of Legislative Assemblies of States and UTs of Delhi and Puducherry. ഇതിനകത്തോട്ട് ഇനി ഇപ്പൊ അടുത്ത ഇന്ത്യയിലെ പ്രസിഡന്റ് ഇലക്ഷൻ ഒക്കെ വരുമ്പോഴേക്കും ജമ്മു ആൻഡ് കാശ്മീരിനെ കൂടെ വന്നേക്കാം. ബിക്കോസ് ജമ്മു ആൻഡ് കാശ്മീർ നമ്മൾ ലെജിസ്ലേറ്റീവ് പവർ കൊടുത്തിട്ടുണ്ട്. നിലവിലെ പോയിന്റിൽ എഴുതുമ്പോഴേക്കും ഡൽഹിയുടെയും പുതുച്ചേരിയുടെയാണ് ഉള്ളത്. അപ്പം ഇന്ത്യയിലെ ആ ഒരു ഇൻഡയറക്ട്ലി എലക്ട് ചെയ്യുന്ന കോളേജിനകത്ത് ആരൊക്കെയാണുള്ളത്? ബോധ ഹൗസിലെയും ഇലക്ടഡ് മെമ്പേഴ്സ്, ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഓഫ് സ്റ്റേറ്റ്സിലെ ഇലക്ടഡ് മെമ്പേഴ്സും അതുപോലെ UTസിൽ ഡൽഹിയും പുതുച്ചേരിക്കും ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്. അവിടുത്തെ ഈ പറഞ്ഞ ഇലക്ടഡ് മെമ്പേഴ്സ് ആണ് പങ്കെടുക്കുന്ന കാര്യം ഓർക്കുക. ഇനി അമേരിക്കയുടെ കാര്യത്തിൽ ഇൻഡയറക്ട്ലി തന്നെയാണ് എലക്ട് ചെയ്യുന്നത് ബൈ ഇലക്ടറൽ കോളേജ്. ആ ഇലക്ടറൽ കോളേജിനകത്ത് ഇലക്ടേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, അതായത് അവിടുത്തെ ഓരോ സ്റ്റേറ്റുകാരും എലക്ട് ചെയ്ത് വിടുന്ന ഈ പറഞ്ഞ ഇലക്ടേഴ്സിനെയാണ്. ആ ഇലക്ടേഴ്സ് ചേർന്നിട്ടാണ് ഈ പറഞ്ഞ പോലെ അവിടുത്തെ ഈ പറഞ്ഞ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത്. കൺസിസ്റ്റ് ഓഫ് ഇലക്ടേഴ്സ് ചൂസൺ ബൈ വോട്ടേഴ്സ് ത്രൂ പോപ്പുലർ വോട്ട്. ഓക്കെ, അതിലൂടെയാണ് അവിടെ വോട്ട് ചെയ്യുന്നത്. അപ്പം നമ്മുടെ പറഞ്ഞ പോലെ ചെറിയ വ്യത്യാസമുണ്ട്. ഇൻഡയറക്ട് ഇലക്ഷൻ ആണെങ്കിൽ പോലും ഇവിടെ ഈ പറഞ്ഞ പോലെ MLA മാരും MP മാരും ഒക്കെ തന്നെ ഇപ്പൊ ഇലക്ടഡ് ആയിട്ടുള്ള MLA മാരും MP മാരും എല്ലാം തന്നെ വോട്ട് ചെയ്യുന്നുണ്ട്. അവിടങ്ങളിൽ ഈ പറഞ്ഞ ഓരോ സ്റ്റേറ്റിലെയും ഇലക്ടേഴ്സ് ആണ് വോട്ട് ചെയ്യുന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് നോക്കിയിരിക്കും. ഇത്രയും വ്യത്യാസമാണ് ഇന്ത്യയുടെ അമേരിക്കയുടെ ഇലക്ഷൻസിന് പ്രസിഡന്റ് ഇലക്ഷനകത്ത് വ്യത്യാസമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വർഷം അമേരിക്കൻ ഇലക്ഷൻ നടന്ന കാരണം തന്നെ ഈ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് ഒരു ചോദ്യം നമുക്ക് പൊളിറ്റിയിൽ വേണമെങ്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഇതിനുള്ള ലാസ്റ്റ് ആണ് ഒരു MCQ ആണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് ബന്ധപ്പെട്ട് 2 സ്റ്റേറ്റ്മെന്റ് MCQ ആണ്. നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാന്നുള്ളത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. സോ അത് വായിച്ചിട്ട് കൃത്യമായിട്ട് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നുള്ളത് നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത കാണാം. താങ്ക് യു.